നിങ്ങൾക്ക് കയറിയില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ വേറെ നാഷണൽ ഹൈവേ ഇപ്പോൾ ഉള്ള 6 വരി വിട്ടിട്ട് വേറെ നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും. ദാറ്റ്സ് അമേരിക്കൻ മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. നിങ്ങൾ എവരിത്തിങ് ഈസ് ഓൺ ദ റോഡ്. പെൻഷൻ 1600 രൂപയിൽ UDF കൊടുത്തിട്ടുള്ള 100 രൂപയാണ്. ബാക്കി മുഴുവൻ LDF സർക്കാരുകളുടെ സംഭാവനയാണ്. എനിക്കൊന്ന് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റം സമീപകാലത്ത് നടന്നത് 1000 പേര് വിദേശ സർവകലാശാലയിൽ തെളിഞ്ഞ് പഠിക്കുന്നു കേരളത്തിൽ. ആ സർക്കാരിന്റെ പെയ്ഡ് ബൈ ഗവൺമെന്റ് 1000 പേര്. കാലാവസ്ഥ മാറ്റം അതുണ്ടാക്കുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഡോക്ടർ ഐസക് വന്നിരുന്നു നമ്മുടെ വൈപ്പിൻ പ്രദേശത്തെ. നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാ ദിവസവും രാവിലെ ഈ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ 1.5 അടി വെള്ളം കയറുകയാണ്. ചീത്ത വെള്ളം, കക്കൂസ് വെള്ളം കയറുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ഈ മൊത്തം വികസന ചിത്രത്തിൽ ഇതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതിൽ കേരളത്തിന് ഒരു ശരിയായ സമീപനം കേരളം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആഗോളമായിട്ടുള്ള നയങ്ങൾ വേണം, ഞാൻ സംശയമില്ല. ആഗോള ലക്ഷ്യങ്ങൾ, ദേശീയ ലക്ഷ്യങ്ങൾ, അതിന് പറ്റുന്ന നയസമീപനങ്ങൾ, പക്ഷെ ആത്യന്തികമായിട്ട് പ്രാദേശികമായിട്ടല്ലേ ചെയ്യേണ്ടി വരിക. അതെ. അപ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്കതിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ നടക്കത്തില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ആ വെള്ളപ്പൊക്കത്തെ നേരിടുന്നതിനും അതിൻ്റെ മിറ്റിഗേഷനും എല്ലാമായിട്ട് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പ്രാദേശികമായിട്ട് ജനങ്ങളുടെയും മുൻകൈ വളരെ തെളിഞ്ഞു നിന്നു. എല്ലാവരും അപ്പോഴാണ് നമ്മുടെ ഒരു കരുത്ത് മനസ്സിലാക്കിയത്. നമുക്ക് പുതിയ കരുത്തുണ്ടായിട്ടുണ്ട് പ്രദേശത്ത്. നമ്മുടെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഞാൻ ആലപ്പുഴയിൽ ഞാനെപ്പോഴും പറയാറുള്ള ഒരു അനുഭവമുണ്ട്. SN കോളേജിലെ ക്യാമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓണം വന്നു കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ ആകെ ബഹളമാണ് അവിടെ എല്ലാം. കുറച്ച് കലാകാരന്മാരും വന്ന് പാട്ടൊക്കെ പാടുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം യൂണിസെഫിൻ്റെ തോന്നുന്നു പുറത്തുനിന്ന് വിദേശ ടീം വരുന്നുണ്ട്. അപ്പോൾ എന്നെ ആരോ ചൂണ്ടിക്കാണിച്ചാണ് മിനിസ്റ്ററാണെന്ന്. അതുകൊണ്ട് അവർ എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏത് NGO ആണ് ഈ ക്യാമ്പ് നടത്തുന്നത്? അപ്പം എനിക്ക് ആദ്യം പിടികിട്ടിയില്ലേ ഇവരെന്ത് NGO ചോദിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായി എന്ത് അവർ ചോദിക്കുന്ന ഒരു NGOക്ക് മാത്രമേ, ഒരു NGO പ്രവർത്തിക്കുന്ന പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്ത് വരുന്നു, ഇത് അയാളോട് ചോദിച്ചാൽ മതി, അയാളാണ് ഇവിടുത്തെ NGO. സന്തോഷം തോന്നിയ നിമിഷമാണ്. സർക്കാരായിട്ടല്ല, പൗരസമൂഹത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി, ജനങ്ങളെയെല്ലാം കൂട്ടി ഒരുമിച്ച് ചെയ്യുന്നൊരു പ്രവർത്തന ശൈലി, അത് നമ്മൾ എന്തൊക്കെ കുറവൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിൽക്കുന്നു. അതാണ് നമ്മൾ വരുത്തിയ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശികമായിട്ട് ഇടപെടുന്നത്, അതിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകൾ ഉണ്ടാക്കിയത് വളരെ നല്ല കാര്യം. പക്ഷേ കോവിഡ് വന്നപ്പോൾ പൂർത്തിയാക്കിയില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പം നിങ്ങൾ പറഞ്ഞ വൈപ്പിൻ തന്നെ, വൈപ്പിനും നമ്മുടെ വേലിയേറ്റ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ ചിലത് സർക്കാർ ഇടപെടേണ്ടതുണ്ട്. ആറിൻ്റെ, കായലിൻ്റെ ആവാഹശേഷി വർദ്ധിപ്പിക്കാൻ, പക്ഷെ തോടുകൾ വൃത്തിയാക്കി അതിൻ്റെ ആവാഹശേഷി വർദ്ധിപ്പിക്കുന്ന പ്രാദേശികമായി ചെയ്യേണ്ടതല്ലേ. ഇനി ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വെള്ളം കയറാത്ത പ്രദേശത്തേക്ക് തന്നെ മനുഷ്യൻ്റെ വാസം മാറ്റാൻ പറ്റുമോ? അതിന് പറ്റുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി നമ്മുടെ ഇങ്ങനെ വെള്ളം ഇടയ്ക്ക് കയറുമ്പോൾ പഴയ കൃഷി പറ്റത്തില്ല, പുതിയ രീതിയിലുള്ള ഈ ഇടപെടലൊക്കെ പ്രാദേശിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രാദേശിക ഇടപെടലിന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അഭിമാനകരമായ അനുകരണീയമായിട്ടുള്ള ഒരു പുതിയ രീതി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്.
പക്ഷേ അതേസമയം മറുഭാഗത്ത് കഴിഞ്ഞ കുറച്ചു കാലം നോക്കുകയാണെങ്കിൽ ഈ ബിഗ് പ്രോജക്ട്സ്, ഇപ്പം കേരളത്തിലെ ഡെവലപ്മെൻ്റൽ ഡിബേറ്റിൽ എല്ലാ കാലത്തും റേച്ചൽ കാഴ്സിന് ശേഷം ഷുമാക്കറും എന്താണ് ലിമിറ്റ്സ് ടു ഗ്രോത്തും ഒക്കെ ചർച്ച ചെയ്ത, ഇപ്പം ഡീ ഗ്രോത്തും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു സമൂഹമാണ്. അവരിൽ പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലത്തെ, കേരയിൽ പോലത്തെ വലിയ ഹ്യൂജ് പ്രോജക്ട്സിനോട് ഇടതുപക്ഷത്തിലുള്ള ഇത്രയും വലിയൊരു ഫാൻസി. കേരളയിലല്ലേ എൻവയറമെൻ്റലി പാരിസ്ഥിതികമായിട്ട് ഏറ്റവും അനുയോജ്യമായ യാത്രാ സംവിധാനം? നിങ്ങൾക്ക് കേരളയിലില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 5 വർഷം 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ വേറെ നാഷണൽ ഹൈവേ, ഇപ്പോൾ ഉള്ള 6 വരി വിട്ടിട്ട് വേറെ നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും. ദാറ്റ്സ് അമേരിക്കൻ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. നിങ്ങൾ എവരിത്തിങ് ഈസ് ഓൺ ദ റോഡ്. ഉള്ളി കേരളം സർവൈവ് ചെയ്യാൻ ഉള്ള ഏക മാർഗം ഒരു ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ടാവുക, ആളുകൾ അതുവഴി യാത്ര ചെയ്യുക, കാറും മറ്റും നോഡൽ പോയിന്റിൽ നിന്ന് ലാസ്റ്റ് പോയിന്റിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണെന്ന് അനുയോജ്യമായിട്ടുള്ളത്. ലോകത്തെമ്പാടും ഇത് നടന്നുകൊണ്ടിരിക്കില്ലേ, കേരളത്തിൽ മാത്രം വേണ്ടെന്ന് പറയുന്നതോ? യഥാർത്ഥത്തിൽ കേരളത്തിന് വിനാശമാണ് നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോകും തോറും. ഇപ്പോൾ വിഴിഞ്ഞത്തിന് മുടക്കുന്ന പണം, വിസാലിന് കുറച്ച് പണം ബഡ്ജറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കി കൊടുത്തിട്ടുള്ള കിഫ്ബിയിൽ നിന്നാണ്. ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും തടസ്സപ്പെടുത്തിയിട്ടല്ല അവിടെ വരുന്നു. ഒരു ട്രേഡ് ഓഫ് ഇല്ല രണ്ടും തമ്മിൽ. നിങ്ങൾ റെയിലുണ്ടാക്കി, കേരളയിൽ, അത് ഇൻഡിപെൻഡൻറ്റ് റവന്യൂ മോഡൽ ചെയ്യുന്നതല്ലേ, ബഡ്ജറ്റിൽ നിന്ന് പണം എടുത്ത് കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വേണം? നമ്മൾ നാളത്തെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഈ പ്രായം ചെന്ന കക്ഷികൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടിയാൽ ദ ഹാപ്പി. അതിനോടൊപ്പം വയോജന സുരക്ഷിതത്വം ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷെ പുതിയ തലമുറക്കത് പോരെന്ന്. നമ്മളെന്താ അത് കാണാത്തത്? നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്ത് പോകാൻ നിർബന്ധിതരായിത്തീരുന്നു. അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിത്തം തന്നെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു കേരളത്തെ എങ്ങനെ പ്രതീക്ഷിക്കാം? അപ്പോൾ അതിൽ തിരുത്ത് വേണം നമുക്ക്. ആ നറേറ്റീവ്, പുതിയ നറേറ്റീവ്, ഇതൊക്കെ ചെയ്യുമ്പോഴും കേരളം വിൽ റിമെയിൻ ഡെമോക്രാറ്റിക്, സെക്യുലർ, പ്രോഗ്രസീവ് ആൻഡ് എഗാലിറ്റേറിയൻ. നമ്മുടെ പാവപ്പെട്ടവർക്ക് ഈ ആനുകൂല്യങ്ങളും ക്ഷേമങ്ങളും എല്ലാം കൊടുക്കും. അപ്പോൾ അതിന് വീഴ്ച വന്നിട്ടുണ്ട്. വീഴ്ചയുടെ പശ്ചാത്തലം ഇതാണ്. ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കാനായിട്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടില്ലെന്ന്. ലെറ്റ്സ് ടേക്ക്, ഇപ്പോൾ സാജൻ പറയാം, പെൻഷൻ 1600 രൂപയിൽ UDF കൊടുത്തിട്ടുള്ള 100 രൂപയാണ്. ബാക്കി മുഴുവൻ LDF സർക്കാരുകളുടെ സംഭാവനയാണ്. ഇത് കോൺട്രാസ്റ്റ് ചെറുതല്ല. ഇപ്പം ആശാ വർക്കേഴ്സ്, അങ്കണവാടി വർക്കേഴ്സ് എത്രയാ? 400 രൂപയാണ് ആശാ വർക്കേഴ്സിന് കൂട്ടി കൊടുത്തിട്ടുള്ളത് UDF കാലത്ത്. ബാക്കി മുഴുവൻ ഞാൻ പറയാം, ഞാൻ പിന്നെന്ത് വിചാരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ റെക്കോർഡുകൾ നമ്മൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ എന്തോ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പുറത്ത് ചെയ്യുന്നത് എന്നൊരു കഥയുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥയ്ക്കൊന്ന് സ്വാധീനമുണ്ട്. അതിനെ മറികടക്കാനുള്ള ഒരു രേഖയാണ്, കൃത്യമായിട്ട് എന്താ നടക്കുന്നതെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന രേഖയാണ് നവകേരള രേഖ. കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റൽ മാതൃക എന്ന് നമ്മൾ മാതൃക എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയുമല്ലോ, അതിനൊരു മേജർ ദളിത് കെട്ടിക്കൊണ്ട്, ഭൂപരിഷ്കരണ കാലം മുതലേ ഉള്ള ഒരു ദളിത് കെട്ടിക്കൊണ്ട്, അതിനകത്ത് മുമ്പോട്ട് പോകാൻ എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? ഒന്ന്, കേരളത്തിലെ ദളിതരുടെ സാമൂഹ്യ അവസ്ഥ ബീഹാർ പോലുള്ള പ്രദേശത്തെ സവർണരേക്കാൾ മെച്ചമാണ്. ദാറ്റ്സ് എ ഫാക്ട്. വിദ്യാഭ്യാസത്തിലും മറ്റുള്ള തരത്തിലേക്ക് അവരത്ര പിന്നോക്കമായതുകൊണ്ടാണ്. പക്ഷെ കേരളത്തിലെ മെയിൻ സ്ട്രീമിനേക്കാൾ വളരെ താഴെയാണ്. ആ പിന്നോക്കാവസ്ഥ തുടരുന്നു ഓരോ മേഖലയിലും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂപരിഷ്കരണത്തിൻ്റെ പ്രത്യക്ഷ ഗുണഭോക്താക്കളാകാൻ കഴിഞ്ഞില്ല. അനാവാത്തതിന് കാരണം
ആ മിച്ചഭൂമി മുഴുവൻ തിരിമറി ചെയ്യുന്നതിന് 57 മുതൽ 67 വരെയുള്ള 10 വർഷത്തിനിടയിൽ അത് മുഴുവൻ മാറിപ്പോയി. പിന്നീട് ഓരോ വന്ന സർക്കാരുകളും സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ എങ്ങനെയാ ഇത് മറികടന്ന് പോകാം? ഞാൻ പറയാം, വിദ്യാഭ്യാസം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അത് വിദേശത്തെങ്കിൽ വിദേശത്ത്, എവിടെ പോയി പഠിക്കണമെങ്കിലോ പഠിച്ചോ, ഫുള്ളായിട്ട് സർക്കാർ സപ്പോർട്ട് ചെയ്യണം. അത്തരത്തിൽ പുതിയൊരു തലത്തിലേക്ക് മാറണം. എനിക്കൊന്ന് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റം സമീപകാലത്ത് നടന്നത് 1000 പേര് വിദേശ സർവകലാശാലയിൽ ദളിതർ പഠിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ സർക്കാരിന്റെ പെയ്ഡ് ബൈ ഗവൺമെന്റ് 1000 പേര് 1000 പേര്. അത് ഈ പ്രോഗ്രാം വന്നിട്ട് അധികം നാളായിട്ടില്ല. സെക്കൻഡ്ലി, വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് സ്കില്ലിങ് നടത്തി. ജാതി നമ്മുടെ ഇടയിലല്ലേ ഉള്ളൂ. പുറത്തുള്ള കമ്പനിയിലൊന്നും ജാതി നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് നടത്താൻ പറ്റണം. ആ രീതിയിൽ നമുക്കിത് മാറ്റിക്കൊണ്ടുപോകും. 1, വിദ്യാഭ്യാസം. 2, പുറത്തോട്ടുള്ള ജോലികൾക്കുള്ള മറ്റും പ്ലേസ്മെന്റ് കേരളത്തിന് പുറത്തും സ്വകാര്യ മേഖലയിലും സംഘടിത മേഖലയിലും. സംഘടിത മേഖലയിലും വിദേശത്തും സ്വകാര്യ മേഖലയിലൊന്നും റിസർവേഷനിൽ എന്നുള്ളത് ശരിയല്ല. ബട്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലിങ് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രീതിയിലുള്ള ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിജ്ഞാന കേരളം പ്രോജക്റ്റിൽ അങ്ങനെ ഒരു ദളിത് കോമ്പണന്റ് ഉണ്ടോ? ഇപ്പം ഉണ്ട്. ഉന്നതി എന്നും പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ DRP ട്രെയിനിങ് പീരീഡിൽ അവർ പറഞ്ഞു 17% പേര് പണിയരാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലുള്ള താൽക്കാലിക ജോലിയല്ലാതെ കേരള സർക്കാരിൽ പോലും ഒരാൾക്കും കിട്ടിയിട്ടില്ല കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനിടയിൽ. കാരണം ഇവർ ഏറ്റവും പിന്നോക്കമാണ് ആദിവാസികളിൽ. അതിൽ മുന്നോക്ക വിഭാഗങ്ങൾ അവരാണ് കൂടുതൽ ജോലി കിട്ടിപ്പോണത്. ഇതാണ് അവർ പറഞ്ഞൊരു ചുരുക്കം. അപ്പോൾ പല പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പം അവിടെയുള്ള പ്രാദേശിക ജോലികൾ, ആ പ്രാദേശിക ജോലി താല്പര്യമില്ല. കാരണം അങ്ങനെ ലഭ്യമാകുന്ന ജോലി 15,000-ന് 20,000-ൻ്റെയാണ്. പക്ഷെ അവർക്ക് അടക്ക പറിക്കാൻ പോയാൽ 1000 രൂപ വെച്ച് കിട്ടും. മറ്റ് പല സൗകര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള പണികളിലൊന്നും താല്പര്യമില്ല. അപ്പം സ്കില്ലിങ് ട്രെയിനിങ്ങിന് അപ്പോൾ പറഞ്ഞു, അല്ല, സ്കില്ല് ചെയ്യാനായിട്ടൊക്കെ വരണമെങ്കിൽ പുറത്ത് പണിയെടുക്കാൻ പോകുന്ന കിട്ടുന്ന കൂലി നിങ്ങൾ കൊടുക്കണം സ്റ്റൈപ്പൻ്റായിട്ട്, എന്നാലേ വരാൻ പറ്റും. സോ അവിടെ ഉണ്ടായ കോൺസെൻസസ് ഞാൻ പറയാം. വിദേശത്ത് ഒരു 100 പേർക്ക് അവിടെ നിന്ന് നിശ്ചയമായിട്ടും നമ്മൾ ശ്രമിച്ചാൽ ജോലി മേടിക്കാം. അവർക്ക് താല്പര്യമുണ്ടോ അങ്ങനെ പോകാൻ? അത്രയും വരുമാനം ഉണ്ടാവണം. റിസർവ് പ്രൈസ് 15,000 രൂപക്കൊന്നും പോയി അവിടെ റിസോർട്ടിൽ നിൽക്കാനൊന്നും തയ്യാറില്ല മനുഷ്യർ. 20,000 രൂപക്കും പോവില്ല കേരളത്തിൽ. പക്ഷെ നിങ്ങൾ എല്ലാ ചെലവും കഴിഞ്ഞൊരു 50,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാലോ, there will be people. ആ സമുദായത്തിൽ നിന്ന് 1000 പേര് നിങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരട്ടെ, മാറും. സോ ഇതൊരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുക. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? വന്ന് നോക്കിയപ്പോൾ നമ്മുടെ CMD-ക്കാർ 2000 പേരെ കൺസ്ട്രക്ഷൻ സ്കില്ല് ചെയ്യിച്ചിട്ടുണ്ട്, ആദിവാസികളിൽ. അതിലെ ഒരു 10-20% ഇപ്പോഴും ആ പണി ചെയ്യുന്നുണ്ട് അവരുടെ യൂണിറ്റ് ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ സ്കില്ലിങ് നടത്തിയവരുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കൺസ്ട്രക്ഷൻ ഫേംസ് ഉണ്ടല്ലോ, നമുക്ക് സോഷ്യൽ നെഗോഷിയേഷൻ നടത്താൻ പറ്റും. നിങ്ങൾ ഈ 1000 പേരെ അതിലും നിങ്ങൾ എടുക്കുന്നു, അവരെ ഞങ്ങൾ റീസ്കില്ല് ചെയ്യാം, അപ്സ്കില്ല് ചെയ്യാം, നിങ്ങളെടുക്കും. സോ ദിസ് ഈസ് പോസിബിൾ. ഇങ്ങനെ ജോലി നൽകൽ സ്വകാര്യ മേഖലയിലടക്കം, അതാണ് ഞാൻ കണ്ടിട്ട് വിദ്യാഭ്യാസത്തിന് തുടർച്ചയായിട്ടുള്ള സംഘടിത മേഖലയിലെ ജോലി.
നവകേരളത്തിൽ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീ പ്രസ്ഥാനമൊക്കെ വളരെ ശക്തമാണ്, കുടുംബശ്രീയൊക്കെ ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളും നടക്കുന്നുണ്ട്. ഈ തൊഴിൽ മേഖലയിലുള്ള അസാന്നിധ്യം, കേരളത്തിൻ്റെ എന്താ പറയുക ഒപ്പീനിയൻ മേക്കേഴ്സിലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ സ്ത്രീകൾ എമർജ് ചെയ്യാതിരിക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ അതുപോലെ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് പാർട്ടിക്കുള്ളിലടക്കം. അതെങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്? കേരളത്തിലെ തൊഴിലെടുക്കാൻ ശേഷിയുള്ള സ്ത്രീകളുടെ 60% തൊഴിലെടുക്കുന്നില്ല. എടുക്കുന്ന തൊഴിൽ തന്നെയാണെങ്കിലും വളരെ താഴ്ന്ന വരുമാനം നൽകുന്ന അൺസ്കിൽഡ് വർക്കുകളൊക്കെയാണ്. എന്നാൽ കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാസമ്പന്നരാണ്. കേരളത്തിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ തൊഴിലന്വേഷണം തന്നെ നിർത്തി വീട്ടിലിരിക്കുന്നവരാണ്. പുരുഷന്മാരെ കഴിഞ്ഞിട്ടേ ഇവിടെ കിട്ടത്തുള്ളൂ, പിന്നെ അന്വേഷിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയാണ്. അപ്പം അവരെ വീണ്ടും തൊഴിലിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതെങ്ങനെ? വർക്ക് നിയർ ഹോം തന്നെ. വീട്ടിനകത്തല്ല കേട്ടോ, വീട്ടിന് പുറത്ത് പോകണം. വീടിനടുത്ത് ഇവർക്ക് തൊഴിലിടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. അത് ഡിജിറ്റൽ ലോകത്ത്, ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഔട്ട്സോഴ്സ് ചെയ്യുന്ന പണികൾ ചെയ്യിക്കാൻ അവരെ പ്രാപ്തരാക്കി മാറ്റണം. അതിനുള്ള സ്കില്ലിങ് നടക്കണം. സോ ഇതാണ് ചലഞ്ച്. പലരും കല്യാണം കഴിഞ്ഞാൽ കരിയർ ബ്രേക്ക് ചെയ്യും. പിന്നെ കുട്ടിക്ക് 10 വയസ്സ് 12 വയസ്സാകുമ്പോഴാണ് വീണ്ടും കരിയറിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം തിരിച്ചു വീണ്ടും കയറാൻ പറ്റില്ല. അവർക്കിങ്ങനെ കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീകൾ പുരുഷന്മാരുടെ അത്രയും വീടിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കേരളത്തിലെ GDPയുടെ ഗ്രോത്തിൽ ഒരു എടുത്തിയാട്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസന സ്ട്രാറ്റജിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുക എന്നുള്ളത്. അതിനിപ്പോൾ പെട്ടെന്ന് അതിന് പറ്റുന്ന തൊഴിലുകൾ സംഘടിത മേഖലയിൽ സൃഷ്ടിക്കണം. രണ്ടാമത്തെ എന്നുള്ളത് വീട്ടിനടുത്ത് ഇത്തരത്തിലുള്ള ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കേരളം ഒരു ജെറിയാട്രിക് സൊസൈറ്റിയായിട്ട് മാറുകയാണ്. 20% എബവ് 60. ഇതൊരു വലിയ ചലഞ്ചായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നവകേരളം സാധിക്കില്ല. അതിൻ്റെ ഒപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഡെത്ത് ഓഫ് പബ്ലിക് സ്പേസ്, ഒരു വായനശാലകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് തിരക്കും, റോഡുകളിലെ തിരക്ക് കാരണം, അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജെറിയാട്രിക് സൊസൈറ്റിയും ലാക്ക് ഓഫ് പബ്ലിക് സ്പേസും ഒരു വലിയ ക്രൈസിസിലേക്കായിരിക്കും. കേരളത്തിൻ്റെ മികവ് കുട്ടികളുടെ കാലത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ദ ബെസ്റ്റ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല പ്രദേശം കേരളം. വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ എല്ലാം. പ്രായം ഒരു പരിധി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ മുതിർന്നവരും. സ്വന്തം കാര്യം നോക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും അവരെ നോക്കാമെന്ന് പറഞ്ഞ സഹജവാസനയാണ്. എന്നാൽ പ്രായം ചെന്നവർ മക്കളങ്ങനെ നോക്കണമെന്നില്ല. അത് പക്ഷിമൃഗാദികളിലൊക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ്. സോ പാശ്ചാത്യർ ഇതിന് പരിഹാരം കണ്ടിരിക്കുന്നത് നമ്മൾ പണിയെടുക്കുന്ന കാലത്ത് തന്നെ നമുക്ക് യൗവന കാലത്ത് താമസിക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടാക്കാം. അതിലേക്ക് മാറാം. ആക്റ്റീവ് ലൈഫിൽ നിന്ന് മാറാം. റിട്ടയർമെൻറ്റ് ഹോംസ്. നമുക്കത് ഫിനാൻഷ്യലി സാധ്യമല്ല, 2 കൾച്ചറലി അക്സെപ്റ്റബിൾ അല്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുക? പ്രായം ചെന്നവർ അവരുടെ അവസാന കാലങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ കഴിയാനായിരിക്കും താല്പര്യപ്പെടുക. ഏതെങ്കിലും ആശുപത്രി കൊണ്ടിടലല്ല. കേരളത്തിൽ 80% മരണവും ആശുപത്രിയിലായിട്ടുണ്ട്.
അമേരിക്ക പോലും 40% സോ ദാറ്റ്സ് നോട്ട് ദ മോഡൽ. പക്ഷെ വീട്ടിലായിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ തലയിലല്ല ഭാരം മുഴുവൻ, നാട്ടുകാരും സഹായിക്കണം, കമ്മ്യൂണിറ്റി സപ്പോർട്ട്. അങ്ങനത്തെ ഒരു ജെറിയാട്രിക് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. അതാണ് കേരളത്തിന് മുന്നിലുള്ള ചലഞ്ച്. പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് പല പഞ്ചായത്തുകളും കേട്ടോ. പഞ്ചായത്തിൻ്റെ ഡിജിറ്റൽ ഗ്രിഡിൽ, കോർപ്പറേഷൻ്റെ ഡിജിറ്റൽ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പാലിറ്റീവ് കെയറും ഗ്യാരണ്ടി. വേണ്ടി വന്ന ഭക്ഷണം, മരുന്ന്, കെയർ, കൺസൾട്ടേഷനൊക്കെ കേരളത്തിലെ മുഴുവൻ പാലിറ്റീവ് പേഷ്യൻസിനും സർക്കാർ കൊടുക്കാൻ തീരുമാനിക്കുക. അത് പ്രാദേശികമായിട്ട് യോജിപ്പിക്കണേ. ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമിനെല്ലാം കൂട്ടിവെച്ച് ഒരുമിച്ച് കൊണ്ടുവരണം. പ്രായം കിടപ്പ് രോഗി അല്ലാത്തവർക്കോ ഹെൽത്തി ഏജിങ്. ഹെൽത്തി ഏജിങ്ങിൽ 2 ഘടകമുണ്ട്. ഫിസിക്കൽ വ്യായാമം, 2 മെൻ്റൽ വ്യായാമം, സോഷ്യലൈസേഷൻ. ഈ സോഷ്യലൈസേഷനിലാണ് ഈ പബ്ലിക് സ്പേസ് പ്രധാനമായിട്ട് വരുന്നത്. അത് കുറയുന്നു. അപ്പോൾ വയോജനങ്ങളുടെ തന്നെ പബ്ലിക് സ്പേസ് ഉണ്ടാക്കാം, വയോ ക്ലബ്ബുകൾ, അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയവ. അതിലുപരി എങ്ങനെയാണ് പ്രാദേശിക സാമൂഹിക വികസന ആവശ്യങ്ങൾക്ക് ഇവരുടെ എക്സ്പീരിയൻസിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് വികസന ലക്ഷ്യങ്ങളിലൊന്നായിരിക്കണേ. പാട്ട് പഠിപ്പിക്കാം, കുട്ടികളെ കഥ പറഞ്ഞു കൊടുക്കാം, മിനിമം ശേഷി ആർജിക്കുന്നില്ല ക്ലാസ്സുകളിൽ. ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളല്ലേ. ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും വയോജനങ്ങൾക്ക്. ഇത് ജെറിയാട്രിക് കെയറിൻ്റെ ഭാഗമാണെന്ന്. സോ വി ആർ ക്രിയേറ്റിംഗ് സ്പേസ്. ഈ നേരത്തെ പറഞ്ഞ വിജ്ഞാന കേരളത്തിലെ മെൻറ്ററിങ്ങിൽ ഈ വയോജനങ്ങളെ മുഴുവൻ കൊണ്ടുവരാമല്ലോ. ഇൻഫാക്ട് ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് റിട്ടയർ ചെയ്തവരാണ്. ഇവിടെയുള്ളവരും പുറത്തുള്ളവരും, അവരെ മുഴുവൻ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ജനകീയ ആസൂത്രണത്തിൽ നമുക്ക് 3000 പേരെ എടുത്തുള്ളൂ. വോളണ്ടറി ടെക്നിക്കൽ VTC. എനിക്ക് അന്നത്തെ പത്രപരസ്യം ഓർക്കുന്നുണ്ട്. നിങ്ങൾ 55 വയസ്സ് വ്യക്തിയാണെങ്കിൽ ഈ പരസ്യം നിങ്ങളുടെ ജീവിതം മാറ്റും പറയും. ഐ തിങ്ക് 25,000 പീപ്പിൾ അപ്ലൈ. 3000 5000 അല്ല, 50,000 പേരെ ടാർഗറ്റ് ചെയ്യുന്നത് വലിയൊരു ഇളക്കമായിരിക്കും കേട്ടോ. ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടുള്ളവരെല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു കമ്പനിയുടെ മേധാവിയായിരുന്നു, MBA പഠിക്കുന്ന കുട്ടി എടുക്കുന്ന കോഴ്സിന് അദ്ദേഹത്തിന് മെൻറ്റർ ചെയ്യാമല്ലോ. അങ്ങനെ ഓരോ മേഖലയിലും ഒരുപാട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ളത്. പക്ഷെ അലൂമിനി അസോസിയേഷൻ വഴി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ കോളേജിലും സ്കിൽ സെൻ്റർ ഉണ്ടാവും. ആ സ്കിൽ സെൻ്റർ ആയിരിക്കും ഇങ്ങനെ അലൂമിനിയെ ബന്ധപ്പെട്ട് കുട്ടിക്ക് ഒരു വായനശാലകളിൽ ചെയ്യാം. യെസ്. ഇപ്പം സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം AI വരുന്നുണ്ട്, ഗിഗ് ഇക്കോണമി ഉണ്ട്, പ്ലാറ്റ്ഫോം ഇക്കോണമി ഉണ്ട്. ഇതുമായിട്ട് എങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും? ഈ ലെഫ്റ്റ് തോട്ട്, ഹൗ ഡു യു നെഗോഷിയേറ്റ് വിത്ത് ദിസ് ന്യൂ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ്? ഇത് പുതിയൊരു ലോക സാഹചര്യം സൃഷ്ടിക്കുന്ന ടെക്നോളജീസ്. ലെഫ്റ്റിന് പരിചിതമായിട്ടുള്ള തൊഴിൽ പ്രക്രിയ ആകെ മാറുകയാണ്. അപ്പോൾ പണ്ടത്തെ മൊബിലൈസേഷൻ രീതികൾ വളരെ അപ്രസക്തമായിട്ട് മാറുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ ചിന്നിച്ചെതറിക്കിടക്കുന്ന ആളുകളെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സർക്കാരിന് എങ്ങനെ ഇടപെടാൻ പറ്റും? 2020-21 ബഡ്ജറ്റിൽ ഞാൻ ഇത്തരത്തിൽ ഡിജിറ്റൽ എക്കോണമിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ഇടതുപക്ഷ കോണിൽ നിന്നുള്ള വിമർശനമുണ്ടായിരുന്നു. നിങ്ങളെങ്ങനെ അത് പൊസിഷൻ എടുക്കും? ഗിഗ് എക്കോണമിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്ന്, അത് ഇടതുപക്ഷ വർക്കിംഗ് ക്ലാസ്സിനെ മുഴുവൻ വികേന്ദ്രീകരിക്കുകയും മറക്കുകയാണ്. ക്ലാസിക്കൽ ലെഫ്റ്റ് വിമർശനം. അതിന് ന്യായവുമുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയാം ബഡ്ജറ്റ് പ്രസംഗത്തിൽ?
3 കാര്യങ്ങൾ പറഞ്ഞു. വർക്ക് അറ്റ് ഹോം അല്ല, വർക്ക് നിയർ ഹോം ഉണ്ടാക്കും സൗകര്യങ്ങൾ. അതിനുവേണ്ടിയുള്ള പണം സർക്കാർ ചെലവാക്കും. 2, ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി സർക്കാർ കൊടുക്കും. കേരളത്തിലെ അസംഘടിത മേഖലയിൽ ക്ഷേമനിധിയായിരുന്നു അവരെ സംഘടിക്കാൻ സഹായിച്ചൊരു കാര്യം. അതുപോലെ കേരള സർക്കാർ ഇൻ്റർമീഡിയറ്റ് ചെയ്യണം ക്ഷേമനിധി പോലൊന്നും ഉണ്ടാക്കാനായിട്ട്. ഗ്രാറ്റുവിറ്റിയും മറ്റും നൽകും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്താലും. 3, ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ കയറിയെടുത്ത് തന്നെ അവസാനിക്കുമ്പോഴേ ഇരിക്കത്തുള്ളൂ. ദർ ഇസ് നോ സെക്യൂർ പ്രൊമോഷൻ സിസ്റ്റം. അതുകൊണ്ട് അപ്സ്കില്ലിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് സോ ദാറ്റ് യു ക്യാൻ മൂവ് അപ്പ്. എങ്ങനെയാണ് ഗിഗ് എക്കോണമി യാഥാർത്ഥ്യമായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കുക? ഇത് പൂർണ്ണമൊന്നും ആവണമെന്നില്ല. ബട്ട് ഞാൻ പറയുന്നത് ഇത്തരമൊരു സമീപനം ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മൾ പുതിയ സാഹചര്യത്തിൽ ഇവരെ മുഴുവൻ കൊണ്ടുവരാൻ പറ്റുക? ആൻഡ് കൾച്ചറൽ ഇൻ്റർവെൻഷൻ ഏത് കാലത്തേക്കാൾ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറും. ന്യൂ ഫോംസ് ഓഫ് കൾച്ചറൽ ഇൻ്റർവെൻഷൻ. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ഇപ്പോൾ ഈ ഗിഗ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഇക്കോണമിയെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു ജോസഫ് തോമസും കൂട്ടരും ഒരു സഹകരണ IT കമ്പനി ഉണ്ടാക്കി. ട്രെയിനിങ്ങും ഒരു യൂണിക് സാധനമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നത്. ജോസഫ് തോമസും ഒക്കെ അതിന് മുന്നോട്ട് വന്നു. അപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ലോകത്ത് കോപ്പറേറ്റീവ്സ് വരാൻ പോണത് പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ്സ് ആയിട്ട്. യൂബർ എന്തിനാ യൂബർ കമ്പനി നടത്തുന്നത്? ഒരു വേറെ മുതലാളി നടത്തുന്നത് തൊഴിലാളികൾക്കെല്ലാം കൂടി കോപ്പറേറ്റീവായിട്ട് ഓൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോം പോലെ. അപ്പം ചിന്നിച്ചെറി കിടക്കുന്ന മുഴുവൻ ഫ്രീലാൻസുകാരെ എല്ലാവരെയും ഭാവിയിൽ കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനുള്ള സാധ്യതയാണ്. ആ കോപ്പറേറ്റീവ് പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ്സ് ആയിരിക്കും. സോ കാലം മാറുകയാണ്. അതനുസരിച്ച് നമ്മളും ചിന്തിക്കണം, എന്താ വരുന്ന മാറ്റം, ആ മാറ്റത്തെ നമ്മളെങ്ങനെ സഹകരണാത്മകമായി ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. താങ്ക് യു ഡോക്ടർ ഐസക്. നമ്മളിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കാണിക്കാൻ പോകുന്നത് ഏതൊരു ചെറിയ ചാനലിലായിരിക്കും. അത് നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങളുമായിട്ടൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ചാനലായിരിക്കില്ല. പക്ഷേ നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇപ്പം ഡോക്ടർ ഐസക്കും ഏകദേശം അത് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞാനും ഒക്കെ കേരളത്തിൻ്റെ സമൂഹമായിട്ട് നിരന്തരമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സമൂഹത്തെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ സമൂഹം ഇവിടെ ഇങ്ങനെ എത്തിയതിൽ പല കാരണങ്ങളുണ്ടെങ്കിലും എൻ്റെ ഒരു തുള്ളി വിയർപ്പും കൂടി ഉണ്ട് എന്ന് ഞാനിങ്ങനെ അഭിമാനത്തോടെ പറയും. പക്ഷേ ഇതിനകത്ത് വലിയ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിഫ്ലക്റ്റഡ് റിയാലിറ്റിയാണ്. അത് മാധ്യമങ്ങൾ ഇത്രയും നെഗറ്റിവിറ്റി ഈ ഒരു സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതെങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഓപ്റ്റിമിസത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടെ പറയാൻ പറ്റുമോ അവസാനിച്ച്? കേരളം ഒരു ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ് ആണ് വിത്ത് ഓൾ ദ ലിമിറ്റ്സ്. ആ ഒരു സാധ്യത ഇല്ലാതാക്കണം. ഞാനിപ്പോൾ നമ്മുടെ അമേരിക്കയിലേക്കുള്ള തിങ്ക് ടാങ്ക്സ് പോലെ ഇന്ത്യയിൽ പണക്കാരുടെ തിങ്ക് ടാങ്ക്സ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ RSSൻ്റെ ഒക്കെ ഉണ്ട്. അവരൊക്കെ വളരെ ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ നീക്കുന്നവരാണ്. ഇന്നത്തെ പ്രശ്നമല്ല, 25 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെ ജാതികളെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ എൻജിനീയറിങ് എത്രയോ നാളായിട്ട് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൺവിക്ഷൻ,
ഈ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം കാണുമ്പോൾ ഈ കേരളം എന്നൊരു ആശയമുണ്ടല്ലോ, അതിനെ തന്നെ ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ കയ്യിലൊക്കെ കരുക്കളായിക്കൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തകരെന്ന് ഞാൻ പറയും, മാധ്യമങ്ങളും ഇൻഡിവിജ്വലി ഒരു മാധ്യമ പ്രവർത്തനോടും നമുക്ക് തർക്കമൊന്നുമില്ല, പക്ഷെ പണിയെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ സമീപനം തന്നെ കൈക്കൊള്ളും. കുറച്ച് പേർക്ക് മാത്രമേ അതിൽ നിന്ന് ഡിറ്റാച്ചായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു വലിയ ചേഞ്ച് നമ്മുടെ മാധ്യമ ഉടമസ്ഥതയിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെതാണ് കാണുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെയുള്ള പോസ്റ്റിന് കീഴെ വരുന്ന വിമർശനങ്ങളും ഭാഷയും കേരളത്തോടെന്നുള്ളൊരു വെറുപ്പ് പ്രതിഫലിപ്പിക്കുന്ന പ്രയോഗങ്ങളുമൊക്കെ, അതൊക്കെ കാണിക്കുന്നത് ഒരു സെറ്റിൻ്റെ തലയിൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ഫൈറ്റ്. അതിൻ്റെ ഒരു കൾച്ചറൽ ഫൈറ്റ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നോട്ടിൽ, പിന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ നിർത്തുകയാണെങ്കിൽ എന്ത് പറയും? നമ്മളെങ്ങനെ നമ്മളായിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണോ? ഓക്കെ ഡോക്ടർ തോമസ്, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഡോക്ടർ തോമസ് ഐസക്കുമായി വളരെ വിശദമായി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓരോ വിഷയത്തിൻ്റെയും വളരെ അഗാധതയിലേക്കൊന്നും കിടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പൊതുവായ ഒരു ചിത്രം കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.